എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: വിദ്വത്വം ച നൃപത്വം ച നൈവ തുല്യം കദാചന സ്വദേശേ പൂജ്യതേ രാജ വിദ്വാൻ സർവത്ര പൂജ്യതേ. ജ്ഞാനിയും രാജാവും ഒരിക്കലും തുല്യരല്ല. രാജാവ് സ്വദേശത്ത് മാത്രം പൂജിക്കപ്പെടുന്നു. പണ്ഡിതൻ ദേശഭേദമില്ലാതെ എല്ലായിടത്തും ആദരിക്കപ്പെടുന്നു. നിത്യസാര ശ്ലോകങ്ങളിലും സുഭാഷിതങ്ങളിലും വിദ്യയെക്കുറിച്ചുള്ള നിരവധി സുഭാഷിതങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സുഭാഷിതം രചിച്ചിരിക്കുന്നത് ഈ വിഷയത്തിലാണ്. രാജാവിൻ്റെ ഖ്യാതി ആ രാജാവിനെ അധികാരപരിധിക്കുള്ളിൽ ഒതുങ്ങുന്നു. മറ്റു ദേശങ്ങളിലെ ജനങ്ങൾക്ക് ആ രാജാവിനെ കീർത്തിച്ചതുകൊണ്ട് ഒന്നും നേടാനില്ല. പക്ഷേ ജ്ഞാനിയുടെ കാര്യം അങ്ങനെയല്ല. നല്ല അറിവുകളെയും ഗ്രന്ഥങ്ങളെയും ലോകർ പൂവിട്ട് പൂജിക്കുന്നു. അതത് ശാസ്ത്രമാകാം, കവിതയാകാം, നോവലാകാം, കഥയാകാം, നാടകമാകാം, ചരിത്രമാകാം. എന്തായാലും അതത് മേഖലകളിൽ താല്പര്യമുള്ള ഒരു കൂട്ടർ ആരാധകരെ സൃഷ്ടിക്കുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസനും സ്വാമി വിവേകാനന്ദനും യേശുവും നബിയും സോക്രട്ടീസും ഷേക്സ്പിയറും ഷെല്ലിയും കാളിദാസനും എബ്രഹാം ലിങ്കണും ഒക്കെ ലോകവന്ദരായത് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവരുടെ പാണ്ഡിത്യം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ദേശകാല മത ജാതിഭേദമില്ലാതെ ഒരാരാധന അവർക്കുണ്ടായിരുന്നു. മരിച്ച് മണ്ണടിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ജനഹൃദയങ്ങളിൽ അവർ തങ്ങി നിൽക്കുന്നു. എത്ര രാജാക്കന്മാർ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. വളരെ അപൂർവം പേർ. പക്ഷേ ജ്ഞാനൊരിക്കലും മരിക്കുന്നില്ല. ജനമനസ്സുകളിൽ പ്രകാശം പരത്തി ജീവിക്കുന്നു. ഒരു കച്ചവടക്കാരനെ കാണുമ്പോൾ ഒരാൾ ബഹുമാനിക്കുന്നില്ല. പക്ഷേ പഠിപ്പിച്ച അധ്യാപകരെ എത്ര വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കണ്ടാലും നാം എത്ര ഉന്നത നിലയിൽ ആണെങ്കിലും അറിയാതെ എഴുന്നേറ്റ് പോകുന്നു. അതാണ് വിദ്യയുടെ സവിശേഷത. വിദ്വത്വം ച നൃപത്വം ച നൈവ തുല്യം കദാചന സ്വദേശേ പൂജ്യതേ രാജ വിദ്വാൻ സർവത്ര പൂജ്യതേ. നന്ദി, നമസ്കാരം.